ജനങ്ങളെ ചേർത്തുപിടിച്ച് സംസ്ഥാന സർക്കാർ വയനാട് ജില്ലയിലെ മേപ്പാടി ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ കുടുംബശ്രീ അംഗങ്ങൾക്കുള്ള പ്രത്യേക വായ്പാ പദ്ധതിക്കും വയനാട് കോഴിക്കോട് ജില്ലകളിലെ ദുരന്തബാധിതർക്കായുള്ള ഉജ്ജീവന പദ്ധതിക്കും അംഗീകാരം. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. വയനാട് മേപ്പാടി പഞ്ചായത്തിലും കോഴിക്കോട് ജില്ലയിലെ വാണിമൽ പഞ്ചായത്തിലുമുണ്ടായ ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതമായി പ്രഖ്യാപിച്ചിട്ടുള്ള വാർഡുകളിലെ ദുരന്തബാധിതർക്ക് ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തി ഉപജീവന മാർഗങ്ങൾ പുനരാരംഭിക്കുന്നതിനാണ് ഉജ്ജീവന വായ്പാ പദ്ധതി നടപ്പിലാക്കുന്നത്. 8.57 കോടി രൂപയുടെ വായ്പാ പദ്ധതി അംഗീകരിച്ച വായ്പയ്ക്ക് പലിശയായി കണക്കാക്കിയിട്ടുള്ള 1.94 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വയനാട് ജില്ലാ കളക്ടർ മുഖേന കുടുംബശ്രീ മിഷൻ അനുവദിക്കും. പദ്ധതിക്ക് വേണ്ടി ഏകദേശ ചിലവായി കണക്കാക്കിയിട്ടുള്ള 20 കോടി രൂപ ഹൈക്കോടതി വിധി പ്രകാരം SDRF മാനദണ്ഡങ്ങളിൽ ഇളവ് ചെയ്ത് കണ്ടെത്തും. ഉജ്ജീവന വായ്പാ പദ്ധതിയുടെ സർക്കാർ വിഹിതം ബാങ്കുകൾക്ക് നൽകുന്നതിന് ബന്ധപ്പെട്ട ജില്ലാ കളക്ടറെ മന്ത്രിസഭായോഗം ചുമതലപ്പെടുത്തി. 2026 ഡിസംബർ 31 വരെയാകും വായ്പാ പദ്ധതികളുടെ കാലാവധി. ഉരുൾപൊട്ടലിൽ ദുരന്തബാധിതമായ സൂക്ഷ്മ, ചെറുകിട, ഇടത്തര വാണിജ്യ വ്യാപാര വ്യവസായ സ്ഥാപനങ്ങൾ, അംഗീകൃത ഹോം സ്റ്റേകൾ, ദുരന്തബാധിതരായ ക്ഷീര കർഷകർ, കിസാൻ കാർഡ് ഉടമകൾ, അലങ്കാര പക്ഷി കർഷകർ, തേനീച്ച കർഷകർ, ടൂറിസ്റ്റ് വാഹന ഉടമകൾ, വാണിജ്യ വാഹന ഉടമകൾ എന്നിവരുടെ ഉപജീവന മാർഗങ്ങൾ ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തി പുനരാരംഭിക്കുന്നതിന് സഹായകരമാകുന്നതാണ് ഉജ്ജീവന വായ്പാ പദ്ധതി. ജില്ലാതല ബാങ്കേഴ്സ് സമിതിയിൽ അംഗങ്ങളായ ബാങ്കിംഗ് അല്ലെങ്കിൽ ബാങ്കിംഗ് ഇതര സ്ഥാപനങ്ങൾ എന്നിവ മുഖാന്തരമുള്ള വായ്പകൾക്കാണ് ഉജ്ജീവന വായ്പാ പദ്ധതിയിൽ സഹായത്തിന് അർഹതയുണ്ടാവുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.